ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ VC മോഹനൻ കുന്നുമ്മലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധമായി പോസ്റ്റർ ഒട്ടിക്കാനായി SFI പ്രവർത്തകർ പോകുന്നു. അവരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് SFI പ്രവർത്തകരുടെ കയ്യിൽ പോസ്റ്ററുണ്ട്. VCയുടെ വീട്ടിൽ പോയി ആ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതാണ് SFI നേതാക്കളുടെ ലക്ഷ്യം. പോലീസ് തടയുകയാണ്. അവർ ആ ഗേറ്റിന്റെ മതിലിലെങ്കിലും ആ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായ നിമിഷമാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും ചേർന്നുള്ള പ്രതിഷേധം. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ അവർ പ്രതിഷേധവുമായി മുന്നിലെത്തുകയാണ്. മോഹനൻ കുന്നുമ്മലിനെതിരെ നിരവധി തവണ സമരവുമായി തെരുവിലിറങ്ങിയവരാണ് SFI നേതാക്കൾ, SFI എന്ന സംഘടന. ഇപ്പോൾ ഇതാ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ശ്രമം, പക്ഷേ പോലീസുകാർ തടഞ്ഞിട്ടുണ്ട്. ഗോപാൽ ശിലാസകൽ ഗോപാൽ പറയൂ. ഇപ്പോൾ മോഹനൻ കുന്നുമ്മലിന്റെ ശാസ്തമംഗലത്തെ വസതിയിലേക്കാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആണ് ഈ പ്രതിഷേധ പരിപാടിയുമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ വിധി ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് VCയുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രതിഷേധവുമായി SFI എത്തിയത്. ജനാധിപത്യത്തെ റദ്ദാക്കാമെന്ന് കരുതിയവർക്ക് കോടതി നൽകിയ മറുപടിയാണ് ഇത് എന്നാണ് SFIയുടെ ഈ പോസ്റ്ററിൽ പറയുന്നത്. കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SFIയുടെ തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ പ്രതിഷേധവും. ഈ ശാസ്തമംഗലത്തെ വസതിയിലേക്ക് ഏകദേശം 10ഓളം വരുന്ന പ്രവർത്തകരാണ് എത്തിയത്. പ്രവർത്തകർ എത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സന്നാഹവും ഇവിടെ ഉണ്ടായിരുന്നു. ആ വഴിയുടെ ഈ റോഡിന്റെ രണ്ടു വശവും പോലീസ് വാഹനങ്ങൾ ഇട്ട് ബന്ധിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിയന്ത്രിച്ചത്. പക്ഷേ ഈ പോസ്റ്റർ ഒട്ടിക്കാതെ ഇവിടെ നിന്ന് മടങ്ങുകയില്ല എന്നാണ് പ്രവർത്തകർ നിലപാട് സ്വീകരിച്ചത്. തുടർന്ന് ചെറിയ തോതിലൊരു വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ ഇവിടെ ഉണ്ടായി. ഒടുവിൽ എന്താണെങ്കിലും 2 പോസ്റ്റർ ഇത്തരത്തിൽ 3 പോസ്റ്റർ ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ VCയുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. നന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ കോടതി വിധിയും അതിന്റെ തുടർച്ചയായി ഉണ്ടായ പ്രതിഷേധവും കൊണ്ട് SFI ഉദ്ദേശിക്കുന്നത്? നിലവിൽ കോടതി വിധി യൂണിയന്റെ പ്രവർത്തനങ്ങൾ തുടരണം എന്നുള്ളതാണ് കോടതിയുടെ വിധി. അതിൻ്റെ ഓർഡറുകൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വക്കീലുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് നിലവിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്ത VCക്ക് കിട്ടിയ തിരിച്ചടിയാണ് നിലവിൽ ഈ പറയുന്ന കോടതി വിധി. ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട മാത്രം നടപ്പിലാക്കുന്ന VCയെ ഈ രീതിയിൽ വരുന്ന ദിവസങ്ങൾക്കകത്ത് അടക്കം വലിയ വിദ്യാർത്ഥി പ്രതിരോധം തീർത്തുകൊണ്ട് ആ സർവകലാശാലയ്ക്കകത്ത് ശക്തമായ സമരം തന്നെ SFIയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തിൽ SFI ഒരു പ്രഖ്യാപനം കൂടി, അതായത് തുടർ ദിവസങ്ങളിലും വരുന്ന ദിവസങ്ങളിലും ശക്തമായ സമര പരിപാടി എന്ന തരത്തിലേക്ക് തുടരാൻ തന്നെയാണ് SFI നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം SFIയും VC മോഹൻ കുന്നുമ്മലും തമ്മിലുള്ള ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പരസ്പരമുള്ള പോര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏറ്റവും അവസാനമായി സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താൻ SFI വൈസ് ചാൻസലർ അനുവദിക്കുന്നില്ല, അതിന്റെ ഫണ്ട് നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ആദ്യം രാപ്പകൽ സമരവും പിന്നീട് ഈ സർവകലാശാല അങ്കണത്തിലേക്ക് ഒരു വിദ്യാർത്ഥി റാലിയും മാർച്ചും അടക്കം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഏകദേശം 4 മണിക്കൂറോളം സർവകലാശാല മുറ്റം ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷത്തിൽ തുടരുകയായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം VCയുടെ ഒരു തുടർ നടപടി അല്ലെങ്കിൽ ഇതിനൊരു മറുപടി എന്ന നിലയ്ക്ക് VC ഈ നിലവിലുള്ള യൂണിയനെ അസാധുവാക്കി പകരം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ജനറൽ കൗൺസിൽ 171 അംഗ UEC-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനറൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് VC SFIക്ക് അതിന് മറുപടി നൽകിയത്. ഇതോടുകൂടി തന്നെ യൂണിയൻ അസാധുവായതോടെ കലോത്സവം ഈ യൂണിയൻ നടത്താൻ കഴിയില്ല എന്ന സ്ഥിതി വന്നു. തുടർന്ന് നിലവിലുള്ള സർവകലാശാല യൂണിയൻ ചെയർമാൻ അടക്കമുള്ള യൂണിയൻ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇന്ന് ഇത്തരത്തിലൊരു അനുകൂലമായ വിധി ഈ യൂണിയനെ അസാധുവാക്കിയ നടപടി റദ്ദാക്കിക്കൊണ്ടും കലോത്സവം നടത്താൻ അനുമതി നൽകിക്കൊണ്ടും വിധി എന്നോണമാണ് ഇപ്പോൾ ഈ SFIയുടെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം എന്ന തരത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല അങ്കണത്തിൽ VCയെ തടയും എന്ന് നേരത്തെ തന്നെ SFI പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് VCയുടെ വീട്ടിലേക്കുള്ള ഈ പ്രതിഷേധം എന്ന് കൂടി പറയേണ്ടതായിരിക്കുന്നു. കാരണം ഏറെ നാളുകളായി ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ആകട്ടെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടിക്കാനാണ് SFIക്കാർ വന്നത്. അവർ ഒട്ടിച്ചു, അതിനുശേഷം ചിലപ്പോൾ തിരിച്ചു പോകുമായിരിക്കും. അവരുടെ പ്രതിഷേധമാണ് കണ്ടത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ മോഹനൻ കുന്നുമ്മലിന്റെ വീട്ടിൽ തന്നെ ചെന്ന് അവിടെ SFIക്കാർ പോസ്റ്റർ ഒട്ടി.